വീട്ടിൽ നിന്നൊരു ഒളിച്ചോട്ടായിരുന്നു ട്രിവാൻഡ്രത്തോട്ട്. അങ്ങനെയാണ് ട്രിവാൻഡ്രത്തോട്ട് വന്നതും. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സർവൈവ് ചെയ്യാനുള്ള വഴികൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയതൊക്കെ ഒരു അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കാം, പിന്നെ ശ്രീകണ്ഠേശ്വരൻ ടെമ്പിളിലും ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലായിട്ട് കിടക്കുന്നു, ഭക്ഷണം മിക്കവാറൊക്കെ അമ്പലത്തിൽ പ്രസാദമായിട്ട് കിട്ടുന്നത്. ജീവിക്കാനുള്ള കാശ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചില ദിവസമൊക്കെ 30 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ. അപ്പം അങ്ങനെയായിരുന്നു ഇനിഷ്യലി ഒരു ആദ്യത്തെ ഒരു 5-6-7 മാസം. അവർ ചോദിച്ചു എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി, ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അവർ പറഞ്ഞു എത്ര വാല്യൂഷൻ, ഞാനൊരു എമൗണ്ട് പറഞ്ഞു. ഒക്കെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിനകത്ത് ഒരു ഐഡിയ ചെയ്യുമ്പോൾ ഞാനൊരു കുറച്ച് ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും നോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ബിക്കോസ് ടു മെനി കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ ഇതിലേക്ക് വരില്ല എന്നുള്ളൊരു ഇനിഷ്യൽ ഒരു കോൺഫിഡൻസും ഉണ്ട്. നമുക്ക് ഏകദേശം 40 lakhs-ഓളം ബിസിനസ്. 40 ലക്ഷം. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് കഥകളുടെ ഒരു രാജകുമാരനാണ്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിൽ ഒരു മലയാളി സംരംഭകനെ, അദ്ദേഹം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. ഓപ്പൺ $1 ബില്യൺ എന്ന വാല്യുവേഷൻ നേടിക്കൊണ്ട് രാജ്യത്തെ 100ാമത് യൂണിക്കോണായ ഓപ്പണിൻ്റെ സാരഥി അനീഷ് അച്യുതനാണ് ഇന്ന് നമ്മുടെ അതിഥി. അനീഷ്, സ്റ്റാർട്ടപ്പ് കഥയിലേക്ക് സ്വാഗതം. അനീഷ് ജനിച്ചത് പെരിന്തൽമണ്ണയിലാണല്ലോ. വീട്ടിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു എന്റർപ്രണറിയൽ ഇതൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് പശ്ചാത്തലം? എങ്ങനെയായിരുന്നു? എൻ്റെ കുടുംബത്തിന് ഓൺടർപ്രണറായിട്ട് യാതൊരുവിധ ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഒരു സാധാരണ ഗവൺമെൻറ് ജീവനക്കാരാണ്. എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ അമ്മാവന്മാരാണെങ്കിലും ഒക്കെ ഒരു ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മക്കളെല്ലാം ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിന് വിടുക, അതിനുശേഷം എന്നുള്ളൊരു കരിയർ പാത്തിലാണുള്ളത്. അപ്പം വീട്ടിലൊരു ഓൺടർപ്രണർഷിപ്പ് എന്നൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ കൂടുതൽ വായിക്കാനും പത്രങ്ങൾ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ഇപ്പം 2-3 പത്രങ്ങൾ ഇത് ചെയ്യാനും അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റേഷൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി വാസ് റിയലി ഹെൽപ്ഫുൾ. പെരിന്തൽമണ്ണയിലാണ് വീടെങ്കിലും പോയി ആദ്യത്തെ സംരംഭം തുടങ്ങിയത് തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർനെറ്റ് കഫേയിലിരുന്ന. ഇതെൻ്റെ വീട്ടിലിരുന്ന് ചെയ്തുകൂടായിരുന്നു, അല്ലെങ്കിൽ കോഴിക്കോട് പോയി ചെയ്തുകൂടായിരുന്നു? അതെന്താ തിരുവനന്തപുരത്തേക്ക് പോയേ? ഒന്ന് വീട്ടിൽ ബേസിക്കലി നമ്മളെങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ആൻഡ് വിത്ത് ദ റൈറ്റ് ഒബ്ജക്റ്റീവ്, അത് ഏതൊരു മാതാപിതാക്കളും ഇപ്പം ഞാനാണെങ്കിൽ അവരുടെ സ്ഥാനത്താണെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഇതായിരുന്നു. അപ്പം നമുക്ക് ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ബാക്കിയുള്ളതിലൊരു താല്പര്യമില്ലാതായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊരു ഒളിച്ചോട്ടായിരുന്നു ട്രിവാൻഡ്രത്തോട്ട്. അങ്ങനെയാണ് ട്രിവാൻഡ്രത്തോട്ട് വന്നതും. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സർവൈവ് ചെയ്യാനുള്ള വഴികൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയതൊക്കെ ഒരു അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കാം. അപ്പം ഫ്രണ്ട്സ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു .com സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യ ഫസ്റ്റ് .in. പിന്നെ ശ്രീകണ്ഠേശ്വരൻ ടെമ്പിളിലും ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലായിട്ട് കിടക്കുന്നു, ഭക്ഷണം മിക്കവാറൊക്കെ അമ്പലത്തിൽ പ്രസാദമായിട്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു. അപ്പം കൈൻഡ് ഓഫ് ലൈഫ് ഇത് കൊള്ളാമെന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെയാണ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാ അപ്പോൾ ബാംഗ്ലൂർക്ക് പോയത്? തിരുവനന്തപുരം ഇവിടെ ആയിരുന്നല്ലോ, വാഴക്കാലിൽ നിന്നു. പിന്നെ ബാംഗ്ലൂർക്ക് പോകാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ വല്ലതും ഉണ്ടായോ? റീസൺ ഒന്ന്, എനിക്ക് തോന്നി പിന്നെ ഇതുപോലുള്ളൊരു ടെക്നോളജി സ്റ്റാർട്ടപ്പ്സ് റൺ ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ അന്ന സമയത്ത് ഡൽഹി, ബോംബെ, ഈ 3 സ്ഥലങ്ങളിലെങ്കിലും പോയാൽ മാത്രമേ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടും. പണ്ട് ഞാൻ പെരിന്തൽമണ്ണയിൽ ഇരുന്നപ്പം എനിക്ക് തോന്നി പെരിന്തൽമണ്ണയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എല്ലാവർക്കും വെഞ്ചർ ക്യാപിറ്റൽസും കാര്യങ്ങളും എല്ലാവരും സംസാരിക്കുന്നത് അതൊക്കെ ആയിരിക്കും. അപ്പം അതുപോലെ ഒരു ധാരണയായിരുന്നു. കൊച്ചിയിൽ നിന്ന് പ്രോബബ്ലി നമുക്ക് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ടെക്നോളജി ലെഡ് ബിസിനസ്സിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ മേബിളിനെ, എൻ്റെ വൈഫ് മേബിളിനെ പരിചയപ്പെടുന്നത്. അപ്പം ഈ ക്യാഷ് നെക്സിനെ കുറിച്ച് ഒരു ന്യൂയോർക്ക് ടൈംസ് ആർട്ടിക്കിൾ. അതാണ് ഈ ക്യാഷ് നെക്സിനെ പറ്റി ന്യൂയോർക്ക് ടൈംസ് ആണ് ആർട്ടിക്കിൾ ചെയ്തത്. ഇതെങ്ങനെ ന്യൂയോർക്ക് ടൈംസ് അവിടെ വരെ എങ്ങനെ പിടുത്തം കിട്ടി? അപ്പം ഞാനൊരു ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ച ഒരു ആളായതുകൊണ്ട് എനിക്ക് ജേർണലിസ്റ്റ് ഒരു കുറച്ച് DNA ഉണ്ട്. ഒരു ജേർണലിസ്റ്റിൻ്റെ കുറച്ച് DNA നമ്മുടെ ഇതിലുണ്ട്. ഒരാൾ മറ്റേ എങ്ങനെ നമുക്ക് PR-ൽ എങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് ആൾക്കാർക്ക് നമ്മുടെ സ്റ്റോറീസ് എങ്ങനെ ഇത് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് PR ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനൊരു 2000 തൊട്ട് 2005 പിന്നെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നതും ഇന്ത്യ ഫസ്റ്റ് .in എന്ന് പറഞ്ഞ പോർട്ടൽ, പിന്നെ ഏഷ്യാനെറ്റിൽ ചെയ്തതിന് ശേഷം അവിടെ കേരള ഓൺലൈൻ എന്ന് പറഞ്ഞ പോർട്ടലായിട്ട് എടുത്തു ന്യൂസിൽ. അപ്പോൾ ഇതൊക്കെ റൺ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട് പ്രൈമറിലി. ആൻഡ്
റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞാൻ 2005 നെക്സ്റ്റ് പേ ഇത് ലോഞ്ച് ചെയ്തപ്പോഴെല്ലാം ഒരു പത്രസമ്മേളനം ട്രിവാൻഡ്രം പ്ലസ് ക്ലബ്ബിൽ വിളിച്ച് ചെയ്തു. അപ്പം വൺസ് അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ബിൽഡ് നെറ്റ്വർക്ക് വിത്ത് ജേർണലിസ്റ്റ് അങ്ങനെയുള്ള രീതിയിലേക്ക്. അപ്പം ഈ ന്യൂയോർക്ക് ടൈംസിൽ ആർട്ടിക്കിൾ വരാൻ കാരണം നമ്മൾ ഈ ഒരു പൈലറ്റ് ചെന്നൈയിൽ ചെയ്തത് ഹിന്ദുവിന് അന്ന് എർഗോ എന്ന് പറഞ്ഞൊരു മെട്രോ എഡിഷൻ ഉണ്ടായിരുന്നു, ഒരു സബ്സിഡറി പോലെ. അതിനകത്ത് ഇവരൊരു കവർ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ ഈ പലചരക്കടകൾ വഴി ബാങ്കിങ് സേവനം കൊടുക്കുന്നു വന്നു. ഇത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകൻ അവർ കണ്ട് അത് അവർ സ്റ്റോറിയാക്കുമായിരുന്നു ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് പർപ്പസ്ഫുള്ളി നമ്മൾ ന്യൂയോർക്ക് ടൈംസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, അത് വൺ തിങ് ലീഡ്സ് ടു അനദർ എന്നുള്ളൊരു ഇതിലായിരുന്നു. ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടാണല്ലോ മേബിൾ ചാക്കോ ഗുജറാത്തിൽ നിന്ന് വായിച്ചത്. ആ കഥ എങ്ങനെയാ? അത് മേബിളും ആ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിക്കാരുടെ 2 ഫ്രണ്ട്സും ഇപ്പം എനിക്കൊന്ന് അവരുടെ കല്യാണം കഴിഞ്ഞു. അപ്പം പുള്ളിക്കാരി ഒറ്റയ്ക്ക്, അപ്പോൾ ആദ്യം പുള്ളിക്കാരി കണ്ടന്റ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അതിൽ വന്നത്. അങ്ങനെ പുള്ളിക്കാരി കുറച്ചുകൂടെ പാരൻസ് ബാങ്കേഴ്സ് ആയത് കാരണം പുള്ളിക്കാർക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റിൽ താല്പര്യമുള്ള കാരണം കൊണ്ടാണ് പുള്ളിക്കാരി അതിനകത്ത് കൂടുതൽ ഇതായി. അപ്പം ടെക്നോളജിയാണ് പുള്ളിക്കാരിയുടെ വീക്ക്നെസ്. അപ്പം ആ ടെക്നോളജിക്ക് വേണ്ടി ആരെങ്കിലും കണ്ടെത്താന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ആർട്ടിക്കിൾ വന്നു. അങ്ങനെ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് ഓർക്കൂട്ടിലാണ് ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പം നമുക്ക് ഏകദേശം ഒരേപോലെയുള്ള ആശയങ്ങൾ. അപ്പം ഇതിനിപ്പം ഒന്നിച്ച് എങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നു. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ബാംഗ്ലൂർ പോയിട്ട് നമുക്കിത് സെറ്റപ്പ് ചെയ്യാവുന്ന. നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അനീഷ് ബാംഗ്ലൂർ അല്ലേ? അല്ല, ഞാൻ കൊച്ചിയിലായിരുന്നു. ശരി. അങ്ങനെ ഞാൻ മേബിൾ ആക്ച്വലി ഒരു ദിവസമാണ് ബാംഗ്ലൂർ വരുന്നതിന് വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പം പുള്ളിക്കാർക്കും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുക പറഞ്ഞുള്ള പെൺകുട്ടിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ ക്യാഷ് നെക്സ്റ്റിൽ കഴിഞ്ഞുള്ള ആ സ്റ്റാർട്ടപ്പിൽ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെയാണ് ബാംഗ്ലൂർ എയർപോർട്ട് വെച്ചിട്ട് ആദ്യം കണ്ടുമുട്ടുന്നത്. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അധികം സേവിങ്സ് ഒന്നും ഇല്ലാതെയാണ് ബാംഗ്ലൂരിൽ വന്നെത്തുന്നത്. ഒരു പ്രോബബ്ലി ഇപ്പോൾ വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ ചിലപ്പോൾ വന്നിറങ്ങി ചിലപ്പോൾ 1500 റുപ്പീസുമായിട്ടായിരിക്കും. മേബിൾ വന്നിറങ്ങുന്ന 5000 രൂപയായിട്ട്. മേബിൾ വിചാരിച്ചൊക്കെ ഇത് വലിയ സിഇഒയും ന്യൂയോർക്ക് ടൈംസിൽ വന്ന ആളൊക്കെ അല്ലേ. അപ്പം പിന്നെയാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ലൈക്ക് ആ ഒരു 1500 ഒരു 5000 ഉള്ളത്. പിന്നെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ അന്ന് നമുക്ക് അവിടെ താമസിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയാ? അപ്പം ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നതിനെ കുറിച്ച് അധികം അങ്ങനെ ആലോചിക്കാറില്ല. ഇന്നത്തെ പോയി കഴിഞ്ഞാൽ നാളെ ഓട്ടോമാറ്റിക്കലി വരുമെന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ്, അതെങ്ങനെയെങ്കിലുമൊക്കെ ഇതാവുന്നുള്ളൊരു ഇതാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ഒരു ഇവൻറ്റിന് പോയപ്പോൾ ഒരു ലോഡ്ജിൽ താമസിച്ചായിരുന്നു, 150 രൂപ പെർ ഡേ എന്നുള്ളത്. അപ്പോൾ തൽക്കാലം 10 ദിവസത്തൊക്കെ അവിടെ നിന്ന് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുമ്പം ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റിനുള്ളൊരു ബാംഗ്ലൂരിലൊക്കെ ആ സമയത്ത് ഒരു 11 മാസത്തെ ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു വകുപ്പില്ല. അങ്ങനെ അവസാനം നമ്മളൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. അവിടെ ദിവസം 600 രൂപ കൊടുത്താൽ മതി. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ 600 രൂപ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊടുക്കണമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരു 5-6 മാസം ചിലപ്പം ജീവിക്കാനുള്ള കാശ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചില ദിവസമൊക്കെ 30 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ. അപ്പം അങ്ങനെയായിരുന്നു ഇനിഷ്യലി ഒരു ആദ്യത്തെ ഒരു 5-6-7 മാസം. അപ്പോൾ ഈ ഓപ്പൺ ആ ഒരു കൺസെപ്റ്റ്, അതായത് നിയോ ബാങ്ക്, ഇപ്പോഴും പലർക്കും മനസ്സിലാവില്ലേ ആ ടെർമിനോളജി എന്താണ്, എന്തിനാണ് അനീഷ് ഓപ്പണിലോട്ട് വന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ തന്നെ SMEകളുടെ പെയിൻ പോയിന്റ് തിരിച്ചറിഞ്ഞു എന്നുള്ളതൊക്കെയാണല്ലോ. ആ ആശയം എവിടെ നിന്ന് അനീഷിൻ്റെ തലയിൽ ഇങ്ങനെ വീണേ? ഇപ്പം ഞാൻ ഈ സിട്രസ് എന്ന് പറഞ്ഞ കമ്പനിയെ പെയു എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ആദ്യം വർക്ക് ചെയ്തത്, അവിടുത്തെ 3ാമത്തെ എംപ്ലോയി ആയിരുന്നു ഞാൻ. ആ കമ്പനി ആണ് 1000 കോടിക്ക് അക്വയർ ചെയ്തത്. അപ്പം അവർക്ക് പെയു അക്വയർ ചെയ്തപ്പോൾ പെയുവിന് ഏകദേശം ഒരു 3 ലക്ഷം SMEs അവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബിസിനസ്സിൻ്റെ ഹെഡായിട്ടാണ് ഞാൻ ലാസ്റ്റ് പെയുവിൽ വർക്ക് ചെയ്തത്, 2016-17 പീരീഡിൽ. അപ്പോൾ ഞാൻ ഈ സിട്രസിലും പെയുലായിട്ട് കുറേ അധികം SME സംരംഭകരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എന്താണെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് അവരുടെ ഫിനാൻഷ്യൽ റിക്കൺസിലേഷനാണ് അവരുടെ പെയിൻ പോയിന്റ്. ഒരു കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അക്കൗണ്ടിങ്ങിന് വേണ്ടി ഞാൻ ടാലി പോലൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. ക്ലയൻറ്റ് നാളെ എനിക്ക് ഇൻവോയ്സ് അയക്കാൻ പറയുമ്പോൾ ഞാൻ ഒരു മൈക്രോസോഫ്റ്റ് മറ്റേ വേർഡിലോ എക്സലിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് അയക്കും. അയാൾ കാശ് ഇടുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും.
അപ്പം പലപ്പോഴും എനിക്കൊരു 100 പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ 100 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത് പറയണം, എടാ അയച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സാർ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാമോ, എന്നിട്ട് വേണം അറിയാൻ വേണ്ടി ആൾ അയച്ചോ ഇല്ലെന്നുള്ളത്. എന്നിട്ട് ഈ കാശ് ബാങ്ക് അക്കൗണ്ടിൽ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പോയി ഇൻവോയ്സിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ടിക്ക് ചെയ്യണം, ആൻഡ് എന്നാലേ വരവ് ആവുള്ളൂ. അതുപോലെ ഞാൻ സാലറി പേയ്മെൻറ്റ്, വെണ്ടർ പേയ്മെൻറ്റ് എല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി, ഇതെല്ലാം പിന്നെ ടാലി ലോക്ക് ചെയ്ത് സാലറിക്കായിരുന്നു, ഇത് വെണ്ടർ പേയ്മെൻറ്റ്. ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് ഫിനാൻസ് ടീമിൻ്റെ ആയാലും ബിസിനസ് ഓണറുടെ ആയാലും കുറേ അധികം സമയം പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റംസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. ടാലിയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഒരിക്കലും ഇന്റർ കണക്റ്റഡ് അല്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഇൻവോയ്സിംഗ് സോഫ്റ്റ്വെയറും പേറോൾ സിസ്റ്റം ഇതൊന്നും കണക്ട് ഇല്ല. അപ്പം അങ്ങനെ ഒരു ആവറേജ് ഒരു ബിസിനസ് ഒരു 6-7 ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ കിടക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ബാങ്കിങ്ങിലൂടെ നമുക്കിതിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മുടെ എല്ലാ കാശും വരുന്നതും പോകുന്നതും. അപ്പോൾ എനിക്ക് 10 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് അനീഷിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു കൺസൾട്ടൻസി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വരുന്നതാണെന്നും 5 രൂപ മേബിളിലേക്ക് പോകുന്ന സാലറിക്കാണെന്ന് പോകുന്നതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിങ് ചെയ്യാം. അപ്പം അക്കൗണ്ടിങ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ അധികം റിസർച്ച് ചെയ്തു മറ്റേ യൂറോപ്പിലും US-ലും. അപ്പം കുറേ അധികം പ്ലെയേഴ്സ് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വരുന്ന സമയമാണ്. അപ്പം തോന്നി എനിക്ക് വൈ ഡോണ്ട് വി ബിൽഡ് എ ന്യൂ ഡിജിറ്റൽ ബാങ്ക്, ഒരു പുതിയൊരു ബാങ്ക് തുടങ്ങിക്കൂടാ, വേർ നമ്മുടെ കറണ്ട് അക്കൗണ്ടിനകത്ത് തന്നെ ഇവർക്ക് വേണ്ടി ഇൻവോയ്സ് റേസ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റിയും അവർക്ക് ടാലി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി അതിനകത്ത് തന്നെ പേറോൾ ബിൽറ്റ് ഇൻ ചെയ്ത് ചെയ്യാം. അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് അതിലോട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽറ്റ് ചെയ്തിട്ട് അതിനകത്ത് വഴി ഇപ്പോൾ ഞാൻ ഇൻവോയ്സ് റേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ മേബിളിൻ്റെ ഒരു ഇൻവോയ്സ് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അത് മേബിളിൻ്റെ നിന്നാണ് കാശ് വരുന്നത്. അതിനുള്ളൊരു സാങ്കേതികവിദ്യയാണ് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബേസിക് ചെറിയൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഓപ്പണിൻ്റെ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങി ഞാൻ കുറേ പേരെടുത്തൊക്കെ സംസാരിച്ചു, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു നിയർലി ഇമ്പോസിബിൾ ആണ്. ഇന്ത്യയിൽ അത് നടക്കണം. ടാറ്റയും റിലയൻസും വരെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് അപ്പം നിനക്ക് ചിലപ്പം ഒരു അഹങ്കാരം ഉണ്ടായിരിക്കും, ഒരു പക്ഷേ അതിന് ഓണ്ടർപ്രണറായിട്ട് എന്തെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ട് പോയാൽ മതി. RBI ഒന്നും അങ്ങനെ നോക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ജനറലി ഇനിഷ്യൽ പെർസെപ്ഷൻ. അപ്പം എൻ്റെ ഒരു നോർമൽ ഒരു ഐഡിയ ചെയ്യുമ്പോൾ ഞാനൊരു കുറച്ച് ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും നോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ബിക്കോസ് ടു മെനി കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ ഇതിലേക്ക് വരില്ല എന്നുള്ളൊരു ഇനിഷ്യൽ ഒരു കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ലൈസൻസ് ഇല്ലാതെ പിന്നെ ഇതിൽ ഏതൊക്കെ രീതിയിൽ ആലോചിക്കാൻ തിങ്ക് ചെയ്തിട്ടാണ് ഓപ്പണിൻ്റെ ഒരു. ശരി, ഒരുപാട് പേര് നോ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ത്രില്ലാവും അല്ലേ? അത് ഞാൻ കുറച്ചുകൂടെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഒരിക്കലും നമ്മളൊരു അഹങ്കാരത്തോട് പറഞ്ഞല്ല. ഞാൻ ഉദ്ദേശിച്ചത് ചില കേസസിൽ നമ്മൾ ഈ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി എല്ലാവരും മറ്റേ ഒരു ഇത് നടക്കില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ അത് ഇത്തിരി പ്രയാസമുള്ള മേഖലയാണ്. ബിക്കോസ് മേ ബി അവർക്ക് ചിലപ്പോൾ അവർ ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ പണ്ട് സ്റ്റീവ് ജോബ്സ് ഐഫോൺ ഉണ്ടാക്കി പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ 10 പേരടുത്ത് ചോദിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരിക്കലും ഇത് നടക്കില്ലായിരുന്നു. പുള്ളി ഒരു സാധനം ഉണ്ടാക്കി പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുത്ത് ഗ്രോ ചെയ്ത് വരും. ശരി, അങ്ങനെ ഇനി ഓപ്പൺ എന്ന് പറഞ്ഞൊരു ആശയം വന്നത് 2017. അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിൻ്റെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ആദ്യം വന്നത് ICICI അല്ലേ? എങ്ങനെയാണ് ICICIയിലോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റിയത്? അപ്പം ഒന്ന് ഈ പേയു ബാക്കിയുള്ള കമ്പനിയെല്ലാം വർക്ക് ചെയ്തപ്പോൾ നമ്മൾ കുറേയധികം ബാങ്കുകളായിട്ടൊക്കെ ഡീൽ ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ ഒരു കോൺഫിഡൻസ് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇറങ്ങി നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പം ഇവരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഫോൺ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ള. അപ്പോൾ ആ ഒരു എന്താ പറയുക ആവേശത്തിന് പുറത്താണ് ഇത് തുടങ്ങിയത്. ബേസിക്കലി കാശും മേടിച്ചു ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആൾക്കാരെ എടുത്തു. അങ്ങനെ ഒരു 6 മാസം നമ്മൾ പല ബാങ്കുകളെയും അപ്രോച്ച് ചെയ്തു, പരിചയമുള്ള ആൾക്കാരെല്ലാം. അവർ പറഞ്ഞു ഒന്ന് ഞങ്ങൾ ഈ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നില്ല. അതായത് SMEസിൻ്റെ ഫിനാൻഷ്യൽ ഓട്ടോമേഷൻ എന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അവരെങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര വലിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. പിന്നെ ഇങ്ങനൊരു സംഭവത്തിന് ഞങ്ങൾ സംഭവിച്ചാൽ RBI റെഗുലേറ്ററി വൈസ് സമ്മതിക്കണമെന്നില്ല. ബിക്കോസ് കസ്റ്റമേഴ്സിൻ്റെ കാശ് എങ്ങനെ ഒരു നോൺ റെഗുലേറ്റഡ് എൻറ്റിറ്റിയുടെ കയ്യിൽ പോകും. അങ്ങനെ 9 മന്ത്സോളം നമ്മൾ മിക്കവാറും എല്ലാ ബാങ്കുകളും നോ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ബി വി ഷുഡ് ഗെറ്റ് മോർ പീപ്പിൾ ഹൂ ഈ ബാങ്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബാങ്ക് ഹെഡ് ഉണ്ട്, പുള്ളിയെ ഞാൻ എൻ്റെ കൂടെ നേരത്തെ സെറ്റസിൽ വർക്ക് ചെയ്തതാണ്, പുള്ളിയെ കൊണ്ടുവന്നു. അങ്ങനെ ഞാനും സത്യവും കൂടുതൽ നേരം ബോംബെയിൽ ഫോക്കസ് ചെയ്ത്
അപ്പോൾ ബാങ്കുകളൊന്നും അപ്പോയിൻമെൻറ്റ് തരാതെ ഇപ്പോൾ നമ്മൾ പിന്നെ വേറെ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കാണാൻ വേണ്ടി അകത്ത് കയറി കിടന്നിട്ട് ഇവർ ചായ കുടിക്കാൻ പോകുമ്പോൾ ഇവരെ പോയി മീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ICICI ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്കൊരു ഇൻക്യുബേഷൻ പ്രോഗ്രാം ഞങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അതിലൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഇൻക്യുബേഷൻ പ്രോഗ്രാമിലൂടെ ഈ ഒരു പൈലറ്റ് 2 മാസത്തേക്ക് ലോഞ്ച് ചെയ്തു. അത് ഞങ്ങൾ പുതിയതായിട്ട് 5000 കസ്റ്റമേഴ്സിനെ ഇവർക്ക് പിടിച്ചു കൊടുത്തു. അപ്പോഴാണ് പിന്നെ ബാങ്കിൻ്റെ ഒരു ഐ ഓപ്പണറായിട്ട് വന്നു. അങ്ങനെ പിന്നെ ICICI ബാങ്ക് നമ്മളുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നത്. അപ്പോൾ ഈ SMEകൾ അറിയണമല്ലോ ഇങ്ങനെ ഓപ്പൺ എന്ന് പറയുന്ന ഇതുണ്ടെന്ന്, അതെങ്ങനെയാണ് അറിഞ്ഞത്? അതെങ്ങനെ? ഒന്ന് ICICI ഈ സംഭവം ICICI ആയിട്ട് പാർട്ട്ണർ ചെയ്തപ്പം ICICI നോക്കുന്നത് 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇത് പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. സെക്കൻഡ്ലി, കസ്റ്റമേഴ്സിൻ്റെ ആവറേജ് ഡെപ്പോസിറ്റ് ഇൻക്രീസ് ആയി. കാരണം ഒരു ടിപ്പിക്കൽ ഒരു സംരംഭകൻ 2-3 അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഒരു ICICI ബാങ്ക് ഉണ്ട്, ഒരു SBI ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് 2-3 അക്കൗണ്ട് ഉണ്ടാവും. സാലറി ഈ അക്കൗണ്ട് ചെയ്ത് പോകും, വെണ്ടർ പേയ്മെന്റ്സ് ഈ അക്കൗണ്ട് ചെയ്ത് പോകും, ബാക്കിയുള്ള സേവിങ്സ് ചിലപ്പം അപ്പം ഈ ICICIയുടെ അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം ICICIയിലൂടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഓട്ടോമാറ്റിക്കലി ടാലിയിൽ അപ്ഡേറ്റ് ആവും. അതായത് 4 മണിക്കൂർ വൈകുന്നേരം ഫിനാൻസിന് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ടാലി പോയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെ GST അടയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഈ ടാലി കണക്റ്റഡ് ആയതുകൊണ്ട് ICICI അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലും ബാക്കിയുള്ള അക്കൗണ്ടിൽ നിന്നുള്ള കാശ് ICICI അക്കൗണ്ടിൽ മാറ്റാൻ തുടങ്ങി. അപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ആവറേജ് ബാലൻസ് 3 ഇരട്ടിയായിട്ട് ഇൻക്രീസ് ആയി ബാങ്കിന്. അപ്പോൾ ഒന്ന് ബാലൻസ് ഇൻക്രീസ് ആവാൻ തുടങ്ങി, പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ബാങ്ക് ഈ സാധനം അവരുടെ എല്ലാ ബ്രാഞ്ചസ് വഴിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിലെ ഒരു റിലേഷൻഷിപ്പ് മാനേജർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സാറേ ഞങ്ങളുടെ ICICI കറണ്ട് അക്കൗണ്ടിന് ഇന്റർനെറ്റ് ബാങ്കിൻ്റെ കൂടെ വേറൊരു സംഭവം ഉണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് പറയുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യും. അപ്പോൾ ആസ് എൻ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നിങ്ങൾ ഇതിനകത്ത് ഓപ്പൺ സൈൻ അപ്പ് ചെയ്ത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യേണ്ടത്. ഇതുവഴിയാണ് ട്രാൻസാക്ഷനും പിന്നെ ഇൻവോയ്സ് റേസ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ICICI ബാങ്ക് പറഞ്ഞു ഞങ്ങൾ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ പേരിൽ ഇനിയിപ്പം ഇതെങ്ങനെ എന്തിനാ വിൽക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബ്രാൻഡിൽ തന്നൂടെ, ഞങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനകത്ത് വെറും സ്റ്റേറ്റ്മെൻറ്റും ബാലൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളും മനസ്സോടെ ഒരു ഡിസിഷൻ എടുത്തു നോക്കി അങ്ങനെയാണെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിമിൽ തന്നെ ഓപ്പൺ നമുക്ക് കൊടുക്കാം. അങ്ങനെ ബാങ്ക് കണക്ട് എന്ന് പറഞ്ഞ പേരിൽ ICICI പിന്നെ ICICIക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവരത് എല്ലാ കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം ഇതുവഴിയാണ് കൂടുതലും നമ്മുടെ ഇനീഷ്യൽ ട്രസ്റ്റും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പം ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫണ്ട്സ് വരാൻ തുടങ്ങിയതും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ഡിജിറ്റൽ പാർട്ട്നേഴ്സ് അല്ല ടാലി പാർട്ട്നേഴ്സ് ഇവരെ കൊണ്ട് ഈ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതായത് SMEകളുടെ പെയിൻ പോയിന്റ് ആണ് അനീഷ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ബാങ്കിന് ബെനിഫിറ്റ് ഉണ്ടായി. അതായത് രണ്ടെൻഡിലും ഈ ഓപ്പൺ ബെനിഫിറ്റ് ആക്കി കൊടുത്തു. അതാണ് ഓപ്പണിന്റെ ഏറ്റവും വലിയ കരുത്ത് അല്ലേ? ഓക്കെ, ഇപ്പം ഓപ്പൺ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം കഴിഞ്ഞ ഒരു 6-7 കൊല്ലത്തിൽ പ്ലാറ്റ്ഫോം കുറേ അധികം വളർന്നു. ഇപ്പോൾ ഒരു ഫിനാൻസ് ടീമിൻ്റെ മൊത്തം ഫങ്ഷൻസ് ഈ ഓപ്പണിൻ്റെ സോഫ്റ്റ്വെയർ വഴി ചെയ്യാം. അതായത് ഞങ്ങൾ ഈ ഓരോ ബാങ്കിനും ഞങ്ങളിത് വൈറ്റ് ലേബൽ എന്നാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുന്നു. പ്രൈവറ്റ് ലേബൽ പോലെ വൈറ്റ് ലേബൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ബാങ്കുകളായിട്ട് ഞങ്ങൾക്ക് ആക്സസ് കിട്ടുകയാണ് അവരുടെ പ്ലാറ്റ്ഫോം. അപ്പം ഓപ്പണിൽ നിങ്ങൾ ഡയറക്റ്റ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടും കണക്ട് ചെയ്യാം. അതായത് ഓരോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും ലോഗിനും പാസ്വേഡും ഓർത്ത് വെക്കുന്നതിന് പകരം ഓപ്പണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SBIയുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ബാക്കിയുള്ള ആക്സിസ് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ബാലൻസും സ്റ്റേറ്റ്മെൻറ്റും ട്രാൻസാക്ഷനും എല്ലാം ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടാലി ആവട്ടെ അല്ലെങ്കിൽ നെറ്റ്സ്യൂട്ടോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ GSTയും TDSും കണക്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സൊമാറ്റോ സ്വിഗ്ഗി അക്കൗണ്ട് കണക്ട് ചെയ്യാം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കൺസിൽ ചെയ്ത് പിന്നെ ഡാറ്റ എല്ലാം കാണിക്കുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം IIFL എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ചേർന്ന് നമുക്കിപ്പോൾ 7,000 കോടിയുടെ ഒരു ലെൻഡിങ് ഉണ്ട് 2022. അപ്പോൾ അപ് ടു 30 ലക്ഷം രൂപ വരെ നമ്മളൊരു 5 മിനിറ്റ്സിനകത്ത് ഡിജിറ്റലി നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡേറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇപ്പോൾ എനിക്കിപ്പം ഗീനയുടെ ഒരു ടാലി ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ സൊമാറ്റോന്ന് ഇത്ര രൂപ എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെന്ന് അറിയുമെങ്കിൽ എനിക്ക് ആക്ച്വലി ലോൺ എളുപ്പം തരാൻ പറ്റും. റൈറ്റ്? അപ്പോൾ അതൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ ബാങ്കുകൾ
ഈ ICICI വന്നു കഴിഞ്ഞപ്പോൾ കുറേ അധികം ബാങ്കുകൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഇപ്പോൾ ഒരു 18-19 ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് ദ ലൈക്സ് ഓഫ് HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, ഇവരെല്ലാം നമ്മളുമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതെല്ലാം പാർട്ട്ണർ ചെയ്തു. ഇൻഫാക്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആയിരുന്നു മോസ്റ്റ് ടഫസ്റ്റ് ടു ക്രാക്ക്. നമുക്കൊരു 2 years എടുത്തു. ഏകദേശം 42 point കംപ്ലയൻസ് പ്രോസസ്സിലൂടെ വേണം നമുക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ബാങ്കുകളെല്ലാം വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് രണ്ട് ബാങ്കുകൾ HDFC ആൻഡ് ആക്സിസ്, അവർ പറഞ്ഞു ബാക്കി എല്ലാവരും അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ കൂടെ ഇതൊരു കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് തന്നെ മൊത്തം മാറ്റി ഞങ്ങൾക്ക് ഓപ്പണിൻ്റെ സർവീസായിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോം ഇപ്പോൾ ആക്സിസിൻ്റെ നിയോ എന്ന് പറഞ്ഞ പേരിലാണ് SMEസിന് വേണ്ടിയിട്ട് അതിന് HDFC ബിസിനസ് എക്സ്പ്രസ് ഇപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരു 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പം അവരുടെ മൊത്തം കസ്റ്റമേഴ്സിനെയും ഇതിലോട്ട് മാറ്റുകയാണ്. അപ്പം ഇതിലൂടെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. എല്ലാ ബാങ്കിൻ്റെയും മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് വരുന്ന പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഈ സർവീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ ദാറ്റ്സ് വെയർ ഓപ്പൺ ഓൾസോ മേക്സ് എ ബെനിഫിറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പം കൂടുതൽ ബാങ്കുകളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് റീപ്ലേസ് ചെയ്ത് അത് ഓപ്പണിലേക്ക് അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ കൂടുതലും അവിടെ ഒരു വൈറ്റ് ലേബലാണ്. പക്ഷേ അത് മറ്റിടത്തെല്ലാം വൈറ്റ് ലേബിൾ തന്നെ അവർ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇത് ഓഫർ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതൊരു ഫോക്കസ് ഏരിയ ആണ്. പിന്നെ ലെൻഡിങ്ങിൽ കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടേം ലോണാണ്. അതായത് EMI ആയിട്ട് 12 മാസം 24 മാസം. പക്ഷെ പലർക്കും ചിലപ്പോൾ 7 ദിവസത്തിനായിരിക്കും കാശിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ 30 ദിവസം. അപ്പം ക്യാഷ് ആൻഡ് ക്യാരി ആയിട്ടുള്ള FMCG-കാർക്കൊക്കെ വേണമെങ്കിൽ നമ്മളുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് അവർക്കൊരു അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ പ്രൊഡക്റ്റ് ജസ്റ്റ് ഇപ്പോൾ ഒരു 5 കസ്റ്റമേഴ്സ് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. വേറെ ദേ ക്യാൻ ഓഫർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന് അവരുടെ കസ്റ്റമേഴ്സിന് 7 ദിവസം ക്രെഡിറ്റ് ഓഫർ ചെയ്യാം. പക്ഷേ റിസ്ക്കും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തോളൂ എന്നുള്ളൊരു. ശരി, അടിപൊളി. അപ്പോൾ ഓപ്പണിൻ്റെ ഫണ്ട് റേസിങ് അതാണല്ലോ നമ്മുടെ ഒരു ഇതായിരുന്നത്. ആദ്യത്തെ ഫണ്ട് അങ്ങനെ കിട്ടി. പിന്നെ വന്നവരൊക്കെ വലിയ ആൾക്കാരാണ്. ഗൂഗിൾ വന്നു, വിസ വന്നു, തംസാക്ക് വന്നു, IIFL വന്നു. ഇവരൊക്കെ എങ്ങനെയാണ് വന്നേ? എനിക്ക് തോന്നുന്നു സീരീസ് C റൗണ്ട് ഒഴികെ സ്റ്റാർട്ടപ്പിലെ ഓരോ സ്റ്റേജസ് ഉള്ള ABC, ബാക്കി എല്ലാ റൗണ്ടിലും ഞങ്ങളെ ഇങ്ങോട്ട് നിക്ഷേപകർ വരികയായിരുന്നു. അപ്പം ഈ ICICI ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ചെയ്തപ്പം നെക്സ്റ്റ് അത് പത്രത്തിൽ റിലീസ് കൊടുക്കുന്നു. ICICI ഓപ്പണും പാർട്ട്ണർ ചെയ്തെന്ന് വരുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഒരു ജാപ്പനീസ് ഇൻവെസ്റ്റർ ആദ്യം ഈറ്റിയിൽ വന്ന റിപ്പോർട്ട്. കാരണം ഇന്ത്യയിലെ പല ഡൊമസ്റ്റിക് VC ഫണ്ട്സും ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു. അപ്പം അവരൊന്നും നമുക്കൊരു മുൻകൈ എടുത്തില്ല. പക്ഷേ ജപ്പാനിലെ റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിലയൻസ്, അവിടുത്തെ 7ാമത്തെ വലിയ കോർപ്പറേഷനാണ്. അവർ വന്ന് ലീഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ആയിട്ടുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻവെസ്റ്റ് ചെയ്ത യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സ് അവർ. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ്. എനിക്ക് തോന്നുന്ന നെക്സ്റ്റ് 12 കോടി വന്നത് അവരിലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അടുത്ത ഗ്രോത്ത്, കസ്റ്റമേഴ്സ് കൂടാനും എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ BNext എന്ന് പറഞ്ഞ അവർ വന്ന് നമുക്കൊരു എനിക്ക് തോന്നുന്നു 5 million ഏകദേശം 30 കോടി ഉണ്ട്. ആ സമയത്ത് നമുക്ക് പല VC ഫണ്ട്സിൻ്റെ ഒന്നും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ മോഹൻദാസ് പൈഡ് 314 ക്യാപിറ്റൽ അങ്ങനെ കുറച്ച് പേരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷത്തിന് ശേഷമാണ് നമ്മുടെ സീരീസ് B റൗണ്ട് ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൻ്റെ ഇവരുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മേജർ, കാരണം ടൈഗറിനെ പോലുള്ളൊരു ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും വരും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൻഡ് അത് ഭയങ്കര ഒരു നമ്മളോട് അറിഞ്ഞില്ല. ഒരു ദിവസം എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കോൾ വരുന്നു, ടൈഗറിനെ സംസാരിക്കണം 1/2 hour എന്ന് പറഞ്ഞൊരു ഒരു കോമൺ ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു 1/2 മണിക്കൂർ സംസാരിക്കാം, മേ ബി ഇത് അടുത്ത കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പ്രാരംഭമായിട്ട് ചോദിക്കുന്നതായിരിക്കും എന്നുള്ളത്. അവരുടെ അടുത്ത് സംസാരിച്ചു, 1/2 മണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ US നിന്ന് ഇന്ത്യയിൽ വരുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഒരു Thursday 3:30 മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആക്റ്റീവ്ലി ഒരു UK-ലുള്ളൊരു ഇൻവെസ്റ്ററായിട്ട് ഞങ്ങൾ ഫൈനൽ സ്റ്റേജസ് ഓഫ് ക്ലോസിങ് റൗണ്ടിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊരു 50 million ഒരു 250 കോടി രൂപയുടെ ഒരു റൗണ്ടായിരുന്നു. അപ്പം അത് 2:30-ക്കും ഇവർ വരുന്ന 3:30-ക്ക്. 2:30-ക്കുള്ളത് ഞാൻ UK-ലായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടായിരുന്നു.
അപ്പോൾ അതിനകത്ത് ഞാൻ വേണമെന്ന് അവർക്ക് നിർബന്ധം, ഞാനുണ്ട് ദീനുണ്ട്. അങ്ങനെ 2:30 നമ്മൾ തുടങ്ങി, ഇത് 3:30 ആയി 3:45 ഈ കോള് തീരുന്നില്ല. അപ്പോൾ എനിക്ക് ടൈഗർ ആണെങ്കിൽ US നിന്ന് 2-3 കമ്പനികളെ കൂടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും, എങ്കിലും നമുക്ക് ഒരു ടൈം വന്ന പുള്ളി 3:30 ഇവിടെ ഇരിക്കുകയാണ്, 3:45 അവസാനം 4 മണിയായി. അവസാനം പിന്നെ ഞാൻ ഇവിടുന്ന് പിന്നെ എങ്ങനെയോ ഊരിപ്പോന്ന് ടൈഗറിൻ്റെ ഇവിടെ പോയപ്പോഴത്തേക്കും പുള്ളി ആകെ ഒന്ന് നമ്മൾ ഒരാളെ അരമണിക്കൂറൊക്കെ, അതും ഇത്രയും വലിയൊരു ഇൻവെസ്റ്ററിന് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അതൊരു അൺപ്രൊഫഷണൽ ഒരു ഇതാണ്. അങ്ങനെ പുള്ളി അടുത്ത് ഒരു 15 മിനിറ്റ് പുള്ളി 15 മിനിറ്റ് സംസാരിച്ചിട്ട് പുള്ളി 4:15 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും പുള്ളി പോയി. അത് കഴിഞ്ഞ് മറ്റേ നടന്നില്ല, അന്ന് അത്രയും സ്പെൻഡ് ചെയ്ത അതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയി. അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ മോർണിംഗിൽ രാവിലെ ഞാൻ ബോംബെയിലായിരുന്നു. അപ്പം എനിക്കൊരു നോക്കി രാവിലെ എണീറ്റപ്പോൾ ഒരു 10-24 മിസ് കോൾ നോക്കുമ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം നീ എന്താ ഫോൺ എടുക്കാത്ത, ടൈഗർ ഒരു ടേം ഷീറ്റ് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പിന്നെ തിരിച്ചു വിളിക്കുന്നത്. നോക്കുമ്പോൾ ടൈഗറിൻ്റെയും കോളുണ്ട് ബേസിക്കലി. അങ്ങനെ ടൈഗറിന് ഫോൺ തിരിച്ചു വിളിച്ചു. അവർ ചോദിച്ചു എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി, ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അവർ പറഞ്ഞു എത്ര വാല്യൂഷൻ, ഞാനൊരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിനകത്ത്. അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നമ്മളായിട്ടൊരു എഫേർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത് ടൈഗർ പല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു 6 മാസം മുമ്പ് ഒരു സീക്രട്ടീവായിട്ട് ആ കമ്പനിയെ കുറിച്ച് പഠിക്കാനും. ഇപ്പോൾ പല ഓൺടർപ്രണേഴ്സ് എൻ്റെ അടുത്ത് എന്ന് പറയും ടൈഗറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരുമെന്ന് പറയും. അപ്പം ഞാൻ ചിലപ്പോഴും കണക്ട് ചെയ്യാത്തപ്പോൾ അവർ വിചാരിക്കും ഓക്കെ പിന്നെ പുള്ളി ഭയങ്കര അല്ലെങ്കിൽ ബാക്കിയുള്ള മീൻസ് മനഃപൂർവ്വം കണക്ട് ചെയ്യാത്തതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗറിനൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഫുൾ സ്റ്റഡിയും ബെയിനെ പോലുള്ള കൺസൾട്ടിങ് ഫംസിനെല്ലാം വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും അവർ റെഡി ആയിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ടൈഗറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്. ശരി. അപ്പോൾ നമ്മൾ ചെയ്തു വയ്ക്കേണ്ടത് എന്താണ്? ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകൻ എന്താണ് ചെയ്തു വയ്ക്കേണ്ടത്? അവൻ്റെ ടെക്നോളജി നല്ല പക്കയായിരിക്കണോ, നല്ല ടീമായിരിക്കണോ? എല്ലാവരും നമുക്ക് അങ്ങോട്ട് പോയി കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് ഇപ്പം അനീഷ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നതല്ല കൂടുതൽ ശരി, ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്തു വെക്കേണ്ടത്? ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകൻ എന്താണ് ചെയ്തു വെക്കേണ്ടത്? നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഒരു കസ്റ്റമറുടെ നീഡ്, അത് ബേസിക് കാര്യമുള്ളത് ഏത് മേഖലയാണെങ്കിലും അത് നമുക്കെല്ലാം അറിയാവുന്നൊരു ഇതാണ്. പക്ഷേ അതിലധികം ചിലപ്പം ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആക്ച്വലി സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം അത് റിയൽ ആയിരിക്കണം ഒരു കസ്റ്റമറിന് വേണ്ടി, മാത്രമല്ല സ്കെയിലബിൾ ആയിരിക്കണം. ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ് ബിസിനസ്സും സ്കെയിലബിൾ ആയിരിക്കത്തില്ല. പക്ഷേ ചിലതിപ്പോൾ KFC പോലൊരെണ്ണം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരു ഫാസ്റ്റ് ഫുഡായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു VC ഫണ്ടബിൾ മോഡലായിരിക്കും. ഇപ്പം ഇന്നോവേഷനിലും കാരണം നമ്മളും ഒരു VC ഫണ്ടിങ് മോഡലിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു 4 കോമ്പറ്റീറ്ററിലധികം വന്നു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അത് അവർ ആ 4 കോമ്പറ്റീറ്ററിലായിരിക്കും ഇൻവെസ്റ്റ്. ഇപ്പോൾ നാളെ ഒരു ഓല പോലെ ഒരു ടാക്സി സ്റ്റാർട്ടപ്പിന് ചിലപ്പം ഫണ്ട് ചെയ്യാൻ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റെഡി ആവണമെന്നില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ സെഗ്മെൻറ്റിൽ നമ്മളാണോ യൂണീക്കാന്ന് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി കുറച്ചൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും ഇന്നോവേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നല്ലൊരു റൈറ്റ് ടീം, പിന്നെ ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ഓപ്പണിൻ്റെ ടീമിലെ ദീനയുടെ വരവ് എന്ന് വെച്ചാൽ ടാക്സി ഫോർ ഷുവർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് ഇതിനകത്തു നിന്നാണല്ലോ വന്നത്. ദീന തന്ന ഒരു വാല്യൂ എന്തായിരുന്നു ഓപ്പണിന്? എനിക്ക് തോന്നുന്നു ദീന ഓപ്പണിൻ്റെ ഒരു മേജർ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനയാണ്. അപ്പം ദീന ഒരിക്കലും ഒരു CFO എന്ന് പറഞ്ഞൊരു ഇതിലും വേണ്ടി മാത്രമല്ല വന്നത്. ദീന ഒരു ഒരു ഓൺടർപ്രണറായിട്ടുള്ളൊരു ഒരു പിന്നെ ഇതാണ്, വ്യക്തിത്വമാണ് ബേസിക്കലി. DNA-നകത്ത് ഒരു ഹസിൽ മെൻറ്റാലിറ്റി ഉള്ളൊരു ഇതാണ്. ഓപ്പറേഷണലി ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ അടുത്താണെങ്കിലും പാർട്ട്ണർഷിപ്സിലാണെങ്കിലും റവന്യൂ ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് എത്ര രൂപയ്ക്ക് നമ്മൾ പ്രൈസ് ചെയ്യണം, അല്ലാതെ കസ്റ്റമർ നമുക്ക് EMI അടയ്ക്കാൻ ഉണ്ടെന്ന് വെച്ചിട്ടുള്ളതല്ല സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ഇടേണ്ടത്, എങ്ങനെ ഇടേണ്ടതെന്നുള്ള കാര്യങ്ങളിൽ. അപ്പം ഒരു ദീന വന്നതുകൊണ്ടാണ് ഒന്ന് നമ്മുടെ ഫണ്ട് റേസിങ്ങുള്ള കാര്യങ്ങൾക്കും എല്ലാം നമുക്കറിയാം. ഇതിനെല്ലാം കുറേ ഇവരുടെ അടുത്ത് സംസാരിക്കാനും ഇവരുടെ ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സിൽ ചെയ്യാനും ഇവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും അത് ഒക്കെ ഒരു പക്ഷേ ദീന ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഈ ഒരു വാലുവേഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ടേംസിലോ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ്ലി ബാക്കി നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ റവന്യൂ ആണെങ്കിലും ഫിനാൻസ് കൺട്രോൾ ചെയ്തിട്ട്, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് എപ്പോഴും ഒരു 3 കൊല്ലം 4 കൊല്ലം റൺവേ ബാങ്ക് ഉണ്ടാവും കാശ്. അപ്പോൾ അതിന് കാരണം ദീനെ പോലെ ഒരു സ്ട്രോങ് ആയിട്ട് ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നൊരു ഫിനാൻസ് പ്രൊഫഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ള സ്റ്റാർട്ടപ്പുകൾ ചിലപ്പോൾ ഒരു 3 മാസം 6 മാസം
ചിലപ്പോൾ കഴിയുമ്പോൾ അവർ വേറൊരു ഫണ്ട് റൈസിങ് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു എക്സിസ്റ്റൻസ് തന്നെ പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസസിൽ ദീനയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് പുള്ളിക്കാരുടെ ഓൺ സ്കിൽ സെറ്റ്സ് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പൈസ വരുന്നത് എങ്ങനെയാണ്? ഈ നമുക്ക് പൈസ വേണമല്ലോ, നമ്മുടെ ഈ ബിസിനസ്സിൽ റവന്യൂ വരണമല്ലോ. ഈ റവന്യൂ മോഡൽ എങ്ങനെയാണ് നമ്മളുടെ? സോ നമ്മുടെ റവന്യൂ മോഡലിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് 2 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സും മറ്റേത് ത്രൂ ബാങ്ക്സ് വൈറ്റ് ലേബൽ. ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സിൽ നമ്മൾ മന്ത്ലി ഇയർലി ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്യാണ്. മറ്റേ ഈ ഇപ്പോൾ ടാലി പോലെയുള്ള സർവീസസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇത്. ബാങ്കുകളിലൂടെ വരുമ്പോൾ നമുക്ക് ബാങ്കിന് നമുക്കൊരു ഇയർലി കോൺട്രാക്റ്റ് ഉണ്ട്. ഓരോ കസ്റ്റമറിനും നമുക്ക് ബാങ്കിൻ്റെ ചാർജ് ചെയ്യും. അത് കൂടാതെ ഈ കസ്റ്റമേഴ്സ് എല്ലാം ഈ സർവീസസ് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ അവരും സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ചെറിയൊരു ഡിസ്കൗണ്ട്, ചിലപ്പോൾ ഒരു 20% ഒക്കെ ഡിസ്കൗണ്ടിലായിരിക്കും കസ്റ്റമേഴ്സ് ഇപ്പുറത്ത് മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രൈമറിലി 2 റവന്യൂ സ്ട്രീംസ്. ഈ ഗൂഗിൾ വിസ ഇതൊക്കെയെന്ന് വെച്ചാൽ ആരും മോഹിക്കുന്ന ബ്രാൻഡുകളും അവരുടെ നിന്ന് ഫണ്ട് കിട്ടുക എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പിന് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഫണ്ട് കൊണ്ടുവരാനായിട്ട് അവരൊക്കെ വന്നപ്പോൾ എന്ത് തോന്നി അനീഷിന്? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അന്നേരം വന്ന ത്രില്ല് എന്താ, മനസ്സിലൊക്കെ എന്താ തോന്നുക? ഡെഫിനറ്റ്ലി ഇതൊരു ആദ്യം ഇവരെ നമ്മളെ ഇൻഫാക്റ്റ് ആ സമയത്ത് ഗൂഗിളിൻ്റെ കൂടെ തന്നെ ആമസോണും ഉണ്ടായിരുന്നു ആ ഒരു ഡിസ്കഷനിൽ. അപ്പം വിസ, മാസ്റ്റർ കാർഡ് ഇവരുമായിട്ടൊക്കെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ ഒരു 10-20 കൊല്ലം പുറകിലേക്ക് നമ്മളന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നതും ഒക്കെ. നമ്മൾ അന്നൊരിക്കലും ഇങ്ങനെയൊക്കെ ആവണമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു റിയലായിട്ട് കാണുമ്പം മേ ബി നമ്മൾ അന്ന് സ്വപ്നം കണ്ട ഒരു കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഇതിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ ഒന്ന് കണ്ടു. ഇപ്പോൾ ടൈഗറിൻ്റെ കേസിൽ ഒരാഴ്ച കൊണ്ട് എക്സൈറ്റ്മെൻറ്റ് വന്നു. ബാക്കിയുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞെങ്കിലും പിന്നെയും 4 മാസം കഴിഞ്ഞിട്ട് ലീഗൽ ഡോക്യുമെൻറ്റേഷനും ഡ്യൂ ഡിലിജൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനലി നമ്മുടെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അത് സൈൻ ആവുന്നത് വരെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇൻവെസ്റ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഗൂഗിൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു സ്പ്ലിറ്റ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആ എക്സൈറ്റ്മെൻറ്റും ഡിവൈഡായി പോവുകയാണ്. ഇടയ്ക്ക് ടെൻഷനാണ് ഇത് നടക്കുമോ ഇല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് അറിയാം ഇത് എന്നുള്ളത്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു എനി ഓൺട്രപ്രണർ സംബന്ധിച്ചുള്ള ഇതുപോലൊരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല ഗൂഗിൾ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ 75 വർഷത്തെ 75 കീ മുഹൂർത്തങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ 11നെ നമ്മൾ 100th യൂണിക്കോൺ എന്നുള്ളത് ഫീച്ചർ ചെയ്യുക. ഗൂഗിളിൻ്റെ ഇപ്പോഴും നല്ലൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കും എപ്പോഴും അവരുടെ ഇവൻറ്റ്സ് നടക്കുമ്പോൾ നമുക്ക് പോകാനുള്ള ഇതും പിന്നെ കുറേയധികം കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസും എല്ലാം സെയിം വിത്ത് വിസ ഓൾസോ. ശരി. ഇപ്പോൾ അന്ന് 2022 ഫണ്ട് റൈസിങ്ങിന് ശേഷം പിന്നെ ഫണ്ട് എടുത്തിട്ടില്ല. IFFL വന്നതിന് ശേഷം ഒന്ന് നമ്മൾ ആ ഒരു ഫണ്ട് റൈസിങ്ങിന് 6 മാസം മുമ്പാണ് ഗൂഗിളിൻ്റെ ഫണ്ട് റൈസിങ്ങും വന്നത്. നമ്മളൊരു 100 മില്യണോളം റൈസ് ചെയ്തായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫണ്ട് ആവശ്യമില്ലാത്തൊരു സമയത്തായിരുന്നു നമ്മൾ ഈ സീരീസ് ഡി ഫണ്ട് റൈസിങ്. കാരണം ഇതും ഒരു സ്ട്രാറ്റജിക് ആയിട്ട് IFL നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പം ആണ് ഈ ഫണ്ട് റൈസിങ് വന്നത്. അപ്പം അത് വന്നപ്പോൾ അതിൻ്റെ കൂടെ യാദൃശികമായിട്ട് നമ്മൾ യൂണിക്കോണായിട്ട് മാറുകയും ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് ജനറലി, അതായത് പ്രൈവറ്റ് ഇതുപോലത്തെ VC ഫണ്ട് മാർക്കറ്റ് ഭയങ്കര ഇതായിരുന്നു. അതായത് അതിനുശേഷം പിന്നെ ഇന്ത്യയിൽ 3-4 യൂണിക്കോൺ 2-3 ക്വാർട്ടേഴ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് അപ്പോൾ ഈ അടുപ്പിച്ച് 2 ഫണ്ട് റൈസ് ചെയ്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ബിക്കോസ് നമുക്കൊരു എപ്പോഴും ഒരു 4 കൊല്ലത്തേക്കുള്ള റൺവേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഇൻവെസ്റ്ററിന് ഒരിക്കലും അയാളുടെ മുടക്ക് മുതലിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും തിരിച്ചു കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള വഴികൾ എന്താണെന്നുള്ളത് നോക്കുക. അല്ലാതെ ഇനിയൊരു ഫണ്ട് റൈസ് ഇല്ലാതെ ക്യാഷ് ഫ്ലോ പോസിറ്റീവായിട്ട് ഏതാനും മാസങ്ങൾക്ക് അതൊന്ന് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കുക. ആൻഡ് ഇനിയൊരു ഫണ്ട് റൈസിങ് ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മുടെ ഞങ്ങളുടെ പെർസ്പെക്റ്റീവിൽ. എങ്ങനെ നമ്മളൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലോട്ടൊക്കെ എത്തി? എന്താണ് ഇപ്പോൾ ഓപ്പണിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഓപ്പണിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന ഫേസിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ഫസ്റ്റ് ഒരു 2 to 3 years അല്ലെങ്കിൽ 4 years നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഫുള്ളി ബിൽഡ് ചെയ്താലേ നമുക്കിതിന് സബ്സ്ക്രിപ്ഷൻ വാല്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഫസ്റ്റ് ഇയറിൽ വരുന്ന കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു ചെറിയ ഫീച്ചർ മാത്രമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ കസ്റ്റമറുടെ അടുത്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കണം എന്നില്ല. സെക്കൻഡ്ലി ഒരു ഇനിഷ്യൽ ഫേസ് ഓഫ് ദ പ്രൊഡക്റ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് ആവശ്യമാണ്.
അവർക്കൊരു ഫ്രീമിയം മോഡൽ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ ചാർജ് തുടങ്ങിയത് തന്നെ നമുക്ക് ഏകദേശം 2 വർഷം മുമ്പായിരുന്നു. അപ്പം ഇപ്പോൾ കമ്പനി ഇപ്പോഴും നമ്മൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് ഒരു 6 to 8 monthsനകത്താണ് നമ്മൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിട്ട്, ഇപ്പോഴത്തെ റൺ റേറ്റിൽ നമ്മളൊരു 8 മാസത്തിനകത്ത് നമ്മുടെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനി എന്താണ് ഓപ്പണിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഒന്ന് കസ്റ്റമർ ബേസ്, നമ്മളിപ്പോഴും എത്രമാത്രം ഉണ്ട് കസ്റ്റമർ ബേസ്? നമുക്ക് ഏകദേശം 40 lakhs-ഓളം ബിസിനസ്സസ്, 40 ലക്ഷം ഇന്ത്യയിലെ ടോട്ടൽ SME ബേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു 60 million എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുപോലെ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അപ്പം കൂടുതൽ കസ്റ്റമറിലേക്ക് എത്തുക, കൂടുതൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ വെച്ചുകൊണ്ട് കുറേ അധികം പ്രൊഡക്ട്സ് നമുക്ക് ഇനിയും വികസിപ്പിച്ചെടുക്കാൻ പറ്റും, അത് ചെയ്യുക. ആൻഡ് മേ ബി ഒരു 1.5 yearsനകത്ത് കുറച്ചുകൂടെ പുറത്തോട്ടുള്ള വിപുലീകരണം കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക ബാക്കിയുള്ള രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആൾറെഡി 5 സബ്സിഡറീസ് ഇന്ത്യക്ക് വെളിയിലുണ്ട്. പക്ഷേ ഇപ്പം നമ്മളൊരു നെക്സ്റ്റ് 1 yearലേക്ക് ഫുള്ളി ഇന്ത്യ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവിടുത്തെ ഒരു ഫോക്കസ് കുറച്ചേക്കുവാണ്. ബട്ട് പ്രൈമറിലി ഇപ്പം മാർക്കറ്റ്സ് ലൈക്ക് ജപ്പാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, ഇതാണ് നമ്മുടെ ഒരു പ്രൈമറി ടാർഗറ്റ് മാർക്കറ്റ്. അപ്പം അതിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ആസ് എ ബിസിനസ് നമ്മളൊരു എല്ലാ ഓൺടർപ്രണറും നമ്മളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപർ അടുത്ത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ആ നിക്ഷേപത്തിനുള്ള റിട്ടേൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ്. ശരി. ഈ ഓപ്പണിന് കേരളത്തിൽ എത്രമാത്രം ഉണ്ട്? എക്സ്പോഷർ എത്രമാത്രമുണ്ട് കേരളത്തിൽ? നമ്മുടെ മെയിൻലി ICICI ബ്രാഞ്ചസിൻ്റെ ICICI കസ്റ്റമേഴ്സ് കുറേയധികം ഓപ്പൺസ് യൂസ് ചെയ്യുന്നുണ്ട് അക്രോസ് ദ ബ്രാഞ്ചസ്. ഈവൻ ഫ്രം എൻ്റെ നാട്ടിൽ പോലും പെരുന്തൽമണ്ണ പോലെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രൈമറിലി നമ്മുടെ കൂടുതൽ മാർക്കറ്റ്സ് മേജർ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലാണ് മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്. ശരി. ഈ ഒരുപാട് ടെക് സ്റ്റാർട്ടപ്പുകളൊക്കെ, സ്റ്റാർട്ടപ്പുകൾ യുവാക്കൾ ഇപ്പോൾ ഒരുപാട് യുവസമൂഹം സ്റ്റാർട്ടപ്പ് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാനൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ഇവരോട് അനീഷിന് എന്താ പറയാനുള്ളത്? ഒന്ന്, ഫസ്റ്റ്ലിങ് ഒരു നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അത് നിങ്ങളൊരു ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങളൊരു സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളത് തീരുമാനിക്കുക. 2 ചെയ്യുന്നതിലും തെറ്റില്ല. പലപ്പോഴും ചില ആൾക്കാർ ചിലപ്പോൾ ഒക്കെ ഞാനൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് VC ഫണ്ടിങ് കിട്ടുമെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ VC ഫണ്ടിങ് ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ബേസിക്സ് നോക്കുക. അതായത് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് 4-ൽ താഴെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. സെക്കൻഡ്ലി, എപ്പോഴും നിങ്ങളുടെ ടാർഗറ്റ് സെഗ്മെൻറ്റ് ലാർജർ മാർക്കറ്റ് ആണെങ്കിൽ മെട്രോ സിറ്റീസിലായിരിക്കണം നിങ്ങൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ ലോഞ്ച് ചെയ്യണം. അത് റൂറൽ ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ ആക്ച്വലി ലോഞ്ച് ഇറ്റ് ഇൻ ദിസ് തിങ്. അല്ലാതെ ഞാനിപ്പം ആലുവയിൽ ഇ-കൊമേഴ്സിൽ തുടങ്ങി, അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേറെ കോമ്പറ്റീറ്റേഴ്സ് വരും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. പിന്നെ നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക. കൂടുതലും നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ പബ്ലിസൈസ് ചെയ്യുന്നു എന്നുള്ളത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് സ്റ്റോറി ടെല്ലിങ് ആസ് എൻ ഓൺടർപ്രണർ ഇനിഷ്യലി, പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം ആ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അത് അപ്പം ബിൽഡ് എ നെറ്റ്വർക്ക് വിത്ത് ദ മീഡിയ, ജേർണലിസ്റ്റ്, കാര്യങ്ങളൊക്കെ നല്ല പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക. ഗെറ്റ് ദ ഇനിഷ്യൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, അവരുടെ വേർഡ് ഓഫ് മൗത്ത് വഴി നെക്സ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് പോവുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക്, വെരി ഹൈ ലെവലാണ്. ബട്ട് ഐ വുഡ് ഇനി വളർന്നു വരുന്ന ഓൺടർപ്രണേഴ്സിലോട്ട്. പക്ഷേ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇന്ത്യ ഒരു ഡിഫറെൻറ്റ് ഗ്രോത്ത് പാത്തിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റാക്ക് ആണെങ്കിലും പിന്നെ ആധാർ ആണെങ്കിലും ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണെങ്കിലും ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ഓപ്പർച്യൂണിറ്റി 1% പോലും നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പം വിത്ത് AI കമ്മിങ് ഇൻ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്, ദിസ് എ റൈറ്റ് ടൈം ഫോർ എനിബഡി ടു ടാപ്പ് ഇൻ ടു ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇന്ത്യ ആസ് ദിസ് തിങ് വിൽ ഓൾസോ നെക്സ്റ്റ് ഒരു 20-25 yearsലേക്ക് എത്തിയും. അപ്പം ഇതാണ് റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. സ്വന്തമായിട്ട് ഒരു ലെവലായോ ഇപ്പോൾ? പണ്ട് ഒന്നും സ്വന്തമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കയ്യിൽ. ഇപ്പം എങ്ങനെയാ ഒരു സ്വന്തമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ? ഇനി അടുത്തൊരു വെഞ്ചർ വരാൻ സാധ്യതയുണ്ടോ? അടുത്തൊരു സ്റ്റാർട്ടപ്പിലോട്ട് പോകാനോ അല്ലെങ്കിൽ ഓപ്പണിനെ തന്നെ വളർത്താനാണോ അല്ലെങ്കിൽ വേറൊരു ആശയം മനസ്സിൽ കിടന്ന് ഇങ്ങനെ പൊറുതിമുട്ടുന്നുണ്ടോ? റൈറ്റ്. അപ്പോൾ ഈ ഓപ്പൺ ആണെങ്കിൽ നമ്മളൊരു, ഞാൻ പറഞ്ഞില്ലേ, ഓപ്പണിന് ഇനി കുറേ അധികം കടമ്പകൾ ഉണ്ട്. അപ്പം ഓപ്പൺ നടത്തുന്ന തന്നെ നമ്മുടെ ഒരു 99% ഓഫ് നമ്മുടെ ടൈം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. 100% എന്ന് പറയാം, അല്ലെങ്കിൽ 200%. പക്ഷേ അപ്പം വേറൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല ബേസിക്കലി. പക്ഷേ ബാക്കിയുള്ള ഓൺടർപ്രണേഴ്സിനെ എങ്ങനെ, അപ്പോൾ അതിനുള്ള കുറേ ഇനിഷ്യേറ്റീവ്സ് ഇപ്പം
കേരളത്തിൽ തന്നെ 5ഓളം പിന്നെ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് ചേർന്നിട്ടാണെങ്കിലും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒരു നമ്മുടെ ഒരു ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോർ ദാൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു നെറ്റ്വർക്ക് ഓഫ് ലൈക്ക് ഫൗണ്ടേഴ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. അല്ലാതെ ഒരു വേറൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ചിന്തയില്ല. ഈ ആടുജീവിതവിദ്യ ബെന്യാമിനെ അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന്. അനീഷിൻ്റെ കഥ കേൾക്കുമ്പോൾ പലർക്കും തോന്നും എന്ന് ഇങ്ങനെ അമ്പലത്തിൽ വരിക, അങ്ങനെ പോവുക, ബാംഗ്ലൂർ ആരുടെ എവിടെ താമസിക്കുമെന്ന് അറിയാണ്ട് ഇറങ്ങി പോവുക, ഇങ്ങനെ നടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഒരു സംരംഭകന് തോന്നും. പക്ഷേ ഈ കെട്ടുകഥകൾ കൊണ്ടുവന്ന ആ ഒരു തീച്ചുള്ളിലെ അനുഭവമായിരിക്കാം അനീഷിന് ഇങ്ങനെ വാർത്തെടുത്തിട്ടുള്ളത് അല്ലേ, തേച്ചും എനിക്ക് ഇങ്ങനെ എടുത്തേ. അപ്പോൾ ഈ അനുഭവങ്ങൾ ഇത്ര നേരം നമ്മളോട് പങ്കുവച്ചതിന് നന്ദി. അപ്പോൾ ഇനിയും ഒരുപാട് വാല്യുവേഷനിലോട്ടും അതേപോലെ തന്നെ സേവനങ്ങളും കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ.